വ്യത്യസ്തപ്പെടുന്നതും വിസ്മയം ജനിപ്പിക്കുന്നതും പല ഇടവകളിൽ നിന്നായി ഏകദേശം 107ഓളം ഇടവകളിൽ നിന്ന് 15,000-ഓളം പാപ്പന്മാർ അതത് ഇടവകളിൽ നിന്ന് മാത്രമുള്ള ഒത്തൊരുമിച്ചുള്ള പ്രാക്ടീസ് മാത്രമാണ് അതിന് മുൻ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. ആൻഡ് ഫൈനലി ഡിസംബർ 27 തൃശ്ശൂർ പേരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആഘോഷങ്ങളുടെ റൗണ്ടിൽ എത്തുമ്പോൾ ഒട്ടും താളബോധത്തോടു കൂടി തന്നെ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ ക്രിസ്മസ് സോങ്ങിനൊപ്പം നൃത്തം വയ്ക്കുമ്പോൾ അതൊരു മറ്റൊരു വിസ്മയ കാഴ്ചയായിരുന്നത് ഈ ഒരു വിസ്മയ കാഴ്ചയും അല്ലെങ്കിൽ ഇതിന് പിന്നിൽ ഏറ്റവും വലിയ ഒരു ആഘോഷ ഒരുക്കം കൂടി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഒരുമിച്ച് ഒരേ താളത്തോടെ ഒരേ ആവേശത്തോടെ ആഘോഷത്തോടെ ആരവത്തോടെ ഈ സ്വരാജ് റൗണ്ടിൽ അവർ ഡാൻസ് ചെയ്യുമ്പോൾ അതിനെ ഒട്ടും തന്നെ ആവേശം ചോരത നിൽക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ആഘോഷത്തിന്റെ ഒരുമയും പെരുമയും ഒരേപോലെ തിരകളിലും മനസ്സിലുമുണ്ടെന്ന് നമ്മൾ പറഞ്ഞത്. ഓരോ പ്രാവശ്യവും ഫ്ലോട്ടിൽ മാത്രമല്ല നമ്മുടെ വിസ്മയ കാഴ്ചയൊരുക്കുന്നത്. ബോണത്തല്ലെ 2K24 എത്തുന്ന സമയത്ത് വിസ്മയ കാഴ്ചകളുടെ കലയുടെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പലതര സമകാലിക വിഷയങ്ങളിലൂടെ കടന്നു പോകുന്ന ഇതിന്റെ ഏറ്റവും വലിയ ഫലം കൂടി തന്നെയാണ് ഡിസംബർ 27 ക്രിസ്മസ് ആഘോഷം തൃശ്ശൂർ പേരൂരിന്റെ മണ്ണിൽ ഇറങ്ങി വരുമ്പോൾ അത് എത്രത്തോളം ഭംഗിയാക്കുന്നതിൽ വിദ്യാർത്ഥി സമൂഹം വിദ്യാർത്ഥികൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. അങ്ങനെ പ്രായഭേദമന്യേ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ 4 വയസ്സുകാരൻ മുതൽ 80 വയസ്സുകാരൻ വരെ ഈ ആഘോഷത്തിന്റെ ബോണത്തല്ലെ 2K24 11 വർഷങ്ങൾ പിന്നിട്ടെത്തുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് കാണികളായിട്ട് മാത്രമല്ല അതിന്റെ പാപ്പങ്ങളായിട്ടും പ്രാധാന്യമായിട്ടും ഒക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഏറ്റവും സ്നേഹപൂർവ്വം തൃശ്ശൂർ പേരുടെ ആഘോഷത്തിൽ എത്രത്തോളം ഒരുമിച്ച് ഒരേ മനസ്സുമായി കൂട്ടത്തോട്